അഞ്ചാമത്തെ കാര്യം, അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കൊർന്നല്യോസിന്റെ വിവിധ പ്രത്യേകതകൾ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തെളിയിക്കുക എന്നതാണ്. നിശ്ചയമായിട്ടും ദൈവം ഒരുത്തനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അവനെ ഒരു 10 വർഷം ഇങ്ങനെ ഇരുത്തുകയല്ല, മറിച്ച് അവനെ ചില മേഖലകളിൽ തെളിയിക്കുക എന്ന പദ്ധതിയാണ് പരിശുദ്ധാത്മാവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ജാതികളിലേക്ക് സുവിശേഷം എത്തേണ്ടതിന് ദൈവം കൊർന്നല്യോസ് എന്ന് പറയുന്ന ഈ ശതാധിപന്റെ വീടിനെ പരിശുദ്ധാത്മാവ് തുറക്കുക. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാവിലെ നിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ ദൈവം തുറക്കും. എല്ലാ വാതിലും ദൈവം തുറക്കത്തില്ല പ്രിയപ്പെട്ടവരെ, എല്ലാ വാതിലും ദൈവം തുറക്കത്തില്ല, മറിച്ച് നിന്റെ നിയോഗത്തിനകത്ത് നിന്റെ വിളിക്കകത്തുള്ള വാതിലാണ് ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നത് ഇന്ന് രാവിലെ. അതുകൊണ്ട് ചില വാതിലുകൾ അടഞ്ഞു പോയെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ പറ, കർത്താവേ അടഞ്ഞതിന് നന്ദി. പറ, കർത്താവേ അടഞ്ഞ വാതിലുകൾ നന്ദി. കാരണം തുറക്കാൻ പോകുന്ന വാതിലുകൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അടഞ്ഞുപോയ വഴിക്ക് നന്ദി പറയണം, അടഞ്ഞുപോയ ബന്ധങ്ങൾക്ക് നന്ദി പറയണം. കാരണം തുറക്കാൻ പോകുന്ന ബന്ധങ്ങളും തുറക്കാൻ പോകുന്ന വഴികളും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ചിന്തിക്കാത്ത വഴികളാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിടരുത്. ആമേൻ പറയാമോ? പരിശുദ്ധാത്മാവിനെ വിടരുത്. ഇന്ന് രാവിലെ ദൈവം പറയുന്നു, പത്രോസ് എന്ന ദൈവമനുഷ്യന്റെ മേൽ കിടക്കുന്ന നിയോഗം എന്ന് പറയുന്നത് ഒരു സാധാരണ നിയോഗമല്ലായിരുന്നു. ഒരു ഓർഡിനറി പേഴ്സണായ പത്രോസിന്റെ ജീവിതത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ പത്രോസിന്റെ ജീവിതം മാറാൻ തുടങ്ങി. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നതിന്റെ പിന്നിൽ അവരിൽ ദൈവത്തെ തെളിയിക്കുക എന്ന ലക്ഷ്യമാണ്. പരിശുദ്ധാത്മ ഒരു വ്യക്തിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അടഞ്ഞു പോകത്തില്ല, മറിച്ച് നിങ്ങൾക്ക് സാധ്യതകളാണ്. ഇന്ന് ഇതിനകത്ത് ഒന്നാമത്തെ പകൽ ഞാൻ പ്രവചിക്കുകയാണ്, ഇതിൻ്റെ അകത്ത് ചിലർക്കൊരു സാധ്യത പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സാധ്യതകൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണെന്ന്